ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് ഞാൻ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് എടുക്കുന്ന പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പം നെക്സ്റ്റ് മന്ത് യൂട്യൂബ് സാലറി കിട്ടിയിട്ട് അങ്ങനെ പോയി എടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കെന്തോ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് പോവാണ്. രാത്രി 8 മണി ആയിട്ടുണ്ട് കേട്ടോ. കാരണം നാളെ നമുക്കൊരു ഷൂട്ട് ഉണ്ട്. സോ അതിന് മസ്റ്റ് ആയിട്ട് മൊബൈൽ അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം അധികം ഓവറാക്കി ഇൻട്രോ ഞാൻ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ അത് എടുത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അതിന് ശേഷം അത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഷോപ്പിൽ പോയി നോക്കണം. അപ്പം നമ്മളെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നമ്മൾ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ 13 Pro എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു ബഡ്ജറ്റ് വന്നിട്ട് 13 Pro ആണ്. ഇൻഷാല്ല നമ്മളടുത്ത് ബഡ്ജറ്റ് കൂടുകയാണെങ്കിൽ ഞാൻ ഫോണ് സോ എൻ്റെ ഈ ഐഫോൺ സീരീസ് ഇറങ്ങിയ ആ ഒരു ടൈം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഐഫോൺ എടുക്കണം എന്നുള്ളത്. കാരണം നല്ല നല്ല പ്യുവറായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അത് ഫൈനലി ഞാൻ ആ ഒരു ഡ്രീം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇൻഷാല്ല ഷോപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ അറിയാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ചടപടേന്ന് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനും ഉമ്മയും അച്ഛനും എല്ലാവരും കൂടി പോവാണ്. പിന്നെ ഈ ഒരു ഇതിൽ അൻഷിക്ക് വരാനും ഇപ്പാക്ക് വരാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് അൻഷി വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് അത് സാധിച്ചില്ല. ക്ലിയർ ഉണ്ടോ? സോ ഗൈസ്, നമ്മൾ ഷോപ്പിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കയറാം അല്ലേ? പോയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് എൻ്റെ യൂട്യൂബ് സാലറിയിൽ നിന്ന് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു സാധനമാണ്. അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടായിരിക്കും റബ്ബ് എനിക്ക് ഇപ്പം ഇത് സ്വന്തമാക്കാനുള്ള ഒരു ഭാഗ്യം തന്നത്. ഒട്ടും വിചാരിക്കാതെ എന്നാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബാബുന്നിലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിന് കിട്ടിയ ഏർണിങ്സ് കൊണ്ട് ഞാൻ ഒരു ഐഫോൺ എടുക്കുക ഒരിക്കലും ചെയ്യില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനി ഇതേമാതിരി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അത്രയും കഷ്ടപ്പാടിൽ നിന്നും വളർന്നു വന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ നല്ല വശം മാത്രമേ കാണിക്കാനായിട്ടേ നോക്കത്തുള്ളൂ. എല്ലാവരുടെ ലൈഫിലുള്ള പോലെ തന്നെ എനിക്കും ഒരു ബാക്ക് വാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം എനിക്കും ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ഒരു ഫോണ് ഫിക്സ് ചെയ്തു കേട്ടോ. ഗ്രീൻ കളറാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 3 കണ്ണുള്ള പ്രോ സീരീസിൽ തന്നെ എനിക്ക് വേണമെന്നുള്ളത് എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോണ് ഫിക്സാക്കി, എമൗണ്ടൊക്കെ അടച്ചു, എൻ്റെ പേരിൽ എന്തോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. സോ ഐ എം സോ ഹാപ്പി ഫോർ ദിസ്. കാരണം എന്താ അറിയില്ല, ഇപ്പം വെറും ഒരു സാധാരണക്കാരിയായ ഞാൻ ഒറ്റയ്ക്കൊരു ചാനൽ തുടങ്ങി എവിടെയെങ്കിലും ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, വ്ളോഗർ താത്തല്ലേ എന്ന് ചോദിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരിയായ ഒരു 19 വയസ്സായ കുട്ടിയായ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. ഇൻഷാ അല്ലാ ആ ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായി നിന്നിട്ടുള്ളത് എൻ്റെ ഫാമിലി. അതുപോലെ തന്നെ മൂപ്പരാണ്. മൂപ്പര് എനിക്ക് അളിയനാണെങ്കിലും എൻ്റെ സ്വന്തം കാക്കാൻ്റെ പോലെയാണ്. ഞാൻ ജഡ്ഡിട്ട് നടക്കുന്ന പ്രായത്തിൽ കണ്ടു തുടങ്ങിയാണ് കേട്ടോ എന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും ആദ്യം ഞാൻ പറയൽ ബാബുവിനോടാണ്, പിന്നെ എൻ്റെ അൻഷിനോടാണ് പറയാറ്. അൻഷി ഞാനും അപ്പം എടുക്കുന്ന തീരുമാനങ്ങളും ഞാൻ ബാബുവിനോടാണ് ആദ്യം എടുത്ത് പറയാറ് കേട്ടോ. അത്രക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ അളിയനക്ക്. എനിക്ക് അളിയനല്ല, എനിക്കെൻ്റെ സ്വന്തം ബ്രദറാണ്. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന ആൾ ഞാനൊരു തെറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടുന്ന് കൈ പിടിച്ച് ഏൽപ്പിച്ച് വീഴാൻ പോകുന്ന അവിടുന്ന് കൈ പിടിച്ച് നീപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ കെട്ടാൻ പോകുന്ന ആൾ. സോ ഐ എം സോ ബ്ലെസ്ഡ്. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്. പിന്നെ നിങ്ങളോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഈ ഒരു മൊബൈൽ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ കാരണമാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫോൺ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ചാർജ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പുതിയ ഫോണായതുകൊണ്ട് എനിക്ക് ചാർജർ രാത്രി കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ വന്നിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ മോർണിംഗ് ചാർജർ മേടിക്കാൻ വിചാരിച്ചു. ഫൈനലി എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടി. ഹലോ ഗായ്സ്, സോ നമ്മൾ
ഐഫോൺ എടുത്തു വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടായ പോക്കായതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷിക്കാതെ തന്നെ എടുത്തത്. നമ്മളാരും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് എടുക്കും എന്നുള്ളത്. ഞാൻ വിചാരിച്ചു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ അടുത്ത മാസം ലാസ്റ്റൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഇപ്പോഴാണ് ആ ഒരു ടൈം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അതായിരിക്കും ഇന്ന്. അപ്പോൾ ഞാൻ എടുത്തത് 14 Pro ആണ്. 13 Pro ആണ് തോന്നുന്നുണ്ട്. എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയില്ല, ഇത്ര കാലം ഞാൻ എടുത്ത ഫോണ് സാംസങ് A54 ആയിരുന്നു. പക്ഷേ ഈ ഫോൺ അപ്പോൾ ഈ ഫോണിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ അയച്ചുള്ളത് കേട്ടോ. പിന്നെ ഇതുവരെ എത്താൻ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ഇത് എടുക്കാനാണെന്നുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ ഫാമിലി, പിന്നെ അൻഷി, എല്ലാവരുമാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ മേടിച്ച ഒരു സാധനമാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി അവിടുന്ന് തുറന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. സോ ഗൈസ്, ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ രാത്രി 1 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ നേരെ വൈകി ആകെ പോയി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വഴിയെ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ. എങ്ങനെ ഉപയോഗിക്കേണ്ടിയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതാ. സോ ഗൈസ്, തുറക്കട്ടോ. ഇതാണ് നമ്മളെ ഫോൺ വന്നിട്ട് ഓൾറെഡി ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് സെറ്റാക്കി തന്നാണെന്നുള്ളൂ. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസ് ഇതിലായിരിക്കും ഇൻഷാ അല്ലാഹ്. കേസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കേസും സ്ക്രീൻ കാർഡും. സ്ക്രീൻ കാർഡ് ഇട്ടിട്ടില്ലേ ഇനിയമ്മ? സ്ക്രീൻ കാർഡും കേസും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. സാറ്റർഡേ ആഗസ്റ്റ് 31 ഈ മാസം അവസാനിക്കുമ്പോൾ നാളെ മുതൽ എൻ്റെ ഒരു പുതിയ ഒരു ജേണി ആയിരിക്കും പുതിയ മൊബൈലിലുള്ള. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഇതാണ് കേട്ടോ നമ്മളെ കേസിൻ്റെ ബാക്ക് വന്നിട്ട് സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.